കുമ്പളങ്ങി പഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിക്ക് പ്രഥമ ആയുഷ് കായകൽപ അവാർഡ്. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്നും കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവാർഡ് ഏറ്റുവാങ്ങി. സർക്കാർ ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം, അണുബാധ നിയന്ത്രണം, മികവാർന്ന രോഗി പരിപാലനം എന്നിവ ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾ പരിഗണിച്ചായിരുന്നു അവാർഡ്. പ്രഥമ ആയുഷ് കായകൽപ് അവാർഡ് കുമ്പളങ്ങി പഞ്ചായത്തിന്റെ ഹോമിയോ ഡിസ്പെൻസറിക്ക് ലഭിച്ചു. സർക്കാർ ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം, അണുബാധ നിയന്ത്രണം, മികവാർന്ന രോഗി പരിപാലനം എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് അവാർഡ് നൽകിയത്. സ്ഥാപനം 2023 വർഷം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി മാതൃകാ ഡിസ്പെൻസറിയുമായി ഉയർത്തിയിട്ടുണ്ട്. നിലവിൽ NABHന്റെ ദേശീയ അംഗീകാരം സ്ഥാപനത്തിൽ ലഭിച്ചിട്ടുണ്ട്. കുമ്പളങ്ങി പഞ്ചായത്തിലെ രോഗികളാണ് സ്ഥാപനത്തെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. സ്ഥാപനത്തിൽ വെൽനസ് സെന്ററിന്റെ ഭാഗമായിട്ട് യോഗ പരിശീലനം നടക്കുന്നുണ്ട്. സ്ഥാപനത്തിലും കുമ്പളങ്ങി പഞ്ചായത്തിലെ 17 വാർഡുകളിലും ഈ യോഗ പരിശീലനത്തിന്റെ സാധ്യത നൽകുന്നുണ്ട്. 2023 പ്രഥമ NABH അക്രഡിറ്റേഷനും ഹോമിയോ ഡിസ്പെൻസറിക്ക് ലഭിച്ചിരുന്നു. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി. ഹോമിയോ NABHന്റെ ഭാഗമായിട്ട് ധാരാളം കാര്യങ്ങൾ അവിടെ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. ഏറ്റവും ഭംഗിയായിട്ട് ഹോമിയോ പ്രവർത്തനം ഡോക്ടർ അനീഷിന്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. വൈസ് പ്രസിഡന്റ് PS സഗീർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെൻസി ആന്റണി, DMO ഡോക്ടർ മേഴ്സി ഗോൺസാൽവസ്, പ്രീതി MP, ഡോക്ടർ അനീഷ് P എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,